ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവൻ്റെ വില കൽപ്പിക്കുമ്പോൾ ആ ജീവൻ്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ? അതിനവർ ഇടപെടണ്ടേ? ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? ഇത് ഒന്നിന് പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിനൊരു പ്രസ്താവന കൊടുക്കും, അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആൾ നേരെ കുതിര കയറും. ഇതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല. ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി കണക്കിലെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്ന് വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്, അവർക്കതിൽ പങ്കുണ്ടാവും. കേന്ദ്രത്തിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള കുറ്റകരമായ കാര്യമാണ്. എന്തായാലും ഇത് പാർലമെൻറ്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ കൂരിയാടിൻ്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. ഒരു പരിമിതിയുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ. മാത്രമല്ല ജില്ലാ കലക്ടർമാർ വളരെ കൃത്യമായ വിമർശനമാണ് കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പാർലമെന്റിൽ ഈ അരൂരിലെ ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ശശി തരൂർ എം പി ചൂണ്ടിക്കാട്ടിയതാണ്. ദേശീയപാത 66 ഈ വീഴ്ചകൾ ഒരു ഓഡിറ്റ് നടത്തണം എന്ന് ശശി തരൂർ എം പി പാർലമെന്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. കെ സി വേണുഗോപാലും ഈ വിഷയം പലതവണ ഉയർത്തിയിട്ടുള്ളതാണ്. ആ പാർലമെന്റിൽ അരൂരിലെ ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്ന അതേ ദിവസം തന്നെ കൊല്ലത്ത് കൊട്ടിയത്ത് ദേശീയപാതയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു എന്നൊരു യാദൃശ്ചികത കൂടി സംഭവിച്ചിരിക്കുന്നു.